മഴക്കാല സംബന്ധമായ അസുഖങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. 1. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശുദ്ധജല സ്രോതസ്സുകളെ സംരക്ഷിക്കാനായിട്ടുള്ള പ്രതിവിധികൾ നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യുക. കിണറുകളും കുളങ്ങളും മലിനജലത്താൽ അശുദ്ധമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രോപ്പറായിട്ടുള്ള കിണറുകളുടെ ക്ലീനിങ് ഉറപ്പുവരുത്തുക. ഒഴുകി വരുന്ന മലിനജലം നമ്മുടെ ശുദ്ധജല സ്രോതസ്സുകളെ കളങ്കപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനു വേണ്ട പ്രതിവിധികൾ എടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക. കൊതുക് പടരാനുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കുക. കൊതുക് നിവാരണം നമ്മുടെ വീടുകളിൽ തന്നെ തുടങ്ങുക. നമ്മുടെ പഴയ പാത്രങ്ങളിലും ചുറ്റുപാടുമൊക്കെ വെള്ളം കെട്ടി നിന്ന് കൊതുക് വളരുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കൊതുക് കടിച്ച് കൊതുക് വഴി പടരുന്ന അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് മൊസ്കിറ്റോ നെറ്റ്സും മൊസ്കിറ്റോ റിപ്പല്ലൻസും അങ്ങനത്തെ പ്രതിവിധികളൊക്കെ എടുക്കുക. എസ്പെഷ്യലി കുട്ടികളിൽ കൊതുകിനെ തുടർന്നുള്ള അസുഖങ്ങൾ വരാതെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഹാൻഡ് ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കൈ കഴുകി വൃത്തിയായതിനു ശേഷം മാത്രം ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടച്ചു വെച്ച് പാകം ചെയ്ത ഭക്ഷണം ഓൾവേസ് അടച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഹോം കുക്ക്ഡ് ഫ്രഷ് ആയിട്ടുള്ള ഫുഡുകൾ മാത്രം കഴിക്കാനായിട്ട് ശ്രമിക്കുക. അവോയ്ഡ് സ്ട്രീറ്റ് ഫുഡ്സ്, പുറമേ നിന്നുള്ള ഭക്ഷണം കഴിവതും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. കല്യാണങ്ങൾക്കും ചടങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ശീതള പാനീയങ്ങൾ സുരക്ഷിതമെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം കുടിക്കുക. രോഗപ്രതിരോധ ശേഷിക്കായിട്ട് നമ്മൾ പ്രീ മൺസൂൺ പീരീഡിൽ എടുക്കുന്ന വാക്സിനേഷൻസ് കുട്ടികൾക്കും വലിയവർക്കും എടുക്കാവുന്നതാണ്. എസ്പെഷ്യലി ഇൻഫ്ലുവൻസ വാക്സിനേഷൻ. ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുകയും ചെയ്യുക. മഴക്കാല സംബന്ധമായിട്ട് കുഞ്ഞുങ്ങളുടെയും വലിയവരുടെയും ശരീരത്തിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസിനെ തടയാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓൾവേസ് കീപ് യുവർ ബോഡി ഡ്രൈ. നമ്മൾ വെറ്റായിട്ട് നനഞ്ഞ വസ്ത്രങ്ങൾ, ഈർപ്പത്തോടു കൂടിയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ വേഗം തന്നെ മാറ്റാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. ബേസിക് ആയിട്ടുള്ള മെഡിക്കേഷൻ കിറ്റ് നമ്മുടെ വീടുകളിൽ കരുതാനായിട്ട് ശ്രമിക്കുക. അത്യാവശ്യം ഉപയോഗിക്കാനുള്ള പനിയുടെയും ചുമയുടെയും ജലദോഷത്തിൻ്റെയും മരുന്നുകൾ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വാങ്ങിക്കുക. സ്വയം ചികിത്സ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കഴിവതും നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ സമീപിക്കുകയും ചികിത്സ തേടുകയും ചെയ്യുക. ഈ സമയത്തുണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ എസ്പെഷ്യലി വയറിളക്കം, ഛർദി, ക്ഷീണം, തലവേദന, മേലുവേദന എന്നിവയെ അവഗണിക്കരുത്. ഓൾവേസ് സീക്ക് മെഡിക്കൽ അറ്റൻഷൻ. വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക. തെന്നി വീണ് അപകടങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കുക. മഴയുള്ള സമയത്ത് വൈദ്യുതി സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ വരാതെ പ്രത്യേകമായിട്ട് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിന്റെ ഉപയോഗം കുട്ടികളിലാണെങ്കിലും സൂക്ഷിക്കേണ്ടതാണ്. വൈദ്യുതി സംബന്ധമായ അപകടങ്ങൾ വരുന്നത് ഒഴിവാക്കുക. ഇഴജന്തുക്കളിൽ നിന്ന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കുക. ഓൾവേസ് സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.